ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഏതൊരു മനുഷ്യനും യുണീക്കാണ്. അതുകൊണ്ട് തന്നെ വ്യത്യസ്തമായ രീതിയിലാണ് ഓരോരുത്തരും ജീവിതത്തെ നോക്കിക്കാണുന്നത്. തന്നെയല്ല, ആർക്കായാലും ഒരു സന്തോഷമോ ആത്മവിശ്വാസമോ ഒക്കെ തോന്നുന്നത് അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ്. യഥാർത്ഥത്തിൽ നമുക്ക് രണ്ട് തരത്തിലുള്ള ബോഡിയുണ്ട്. ഒന്ന് ഫിസിക്കൽ ബോഡിയും മറ്റൊന്ന് മെൻ്റൽ ബോഡിയും. ഇതിൻ്റെ രണ്ടിൻ്റെയും റിലാക്സേഷൻ ആരോഗ്യത്തിന് ഏറ്റവും ആവശ്യമാണ്. ഏത് പങ്കാളികളാണെങ്കിലും റിലാക്സേഷൻ കണ്ടെത്തുന്നതിന് അവർക്ക് അവരുടേതായ ചില രീതികളുണ്ട്. ലൈംഗികതയുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. അപ്പം ഞാൻ ഇന്ന് പറയുന്നത് ബന്ധപ്പെടുന്നതിന് മുൻപ് പങ്കാളികൾക്ക് ചെയ്യാൻ പറ്റിയ ഒരു മസാജ് രീതിയെക്കുറിച്ചാണ്. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ അയക്കാൻ പറ്റുന്ന കൂട്ടുകാർക്കൊന്ന് അയച്ചു കൊടുക്കണം കേട്ടോ. രണ്ട് വ്യക്തികൾ തമ്മിൽ ഒന്നിച്ചു കഴിയുമ്പോൾ പലതരത്തിലുള്ള മാനസികാവസ്ഥയിൽ കൂടാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ എത്ര സ്നേഹമുള്ളവരാണെങ്കിലും എപ്പോഴും ഒരു പോസിറ്റീവ് വൈബ്രേഷൻ ഉണ്ടാകണമെന്നില്ല. തന്നെയല്ല, ചില ദിവസങ്ങളിൽ ബന്ധപ്പെടാനായിട്ടൊരു മൂഡ് കിട്ടുന്നില്ല, വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. ചിലർക്കാണെങ്കിൽ മിക്കവാറും ദിവസം ഒരു സ്റ്റാർട്ടിങ് ട്രബിളുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ ശരീരത്തിനും മനസ്സിനും റിലാക്സേഷൻ കിട്ടാത്ത ലൈഫ് സ്റ്റൈലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സമയത്ത് എനർജി ലെവൽ കുറയും. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ശരീരത്തിൻ്റെ മനസ്സിൻ്റെ എനർജി ലെവലിനെ കൂട്ടിക്കൊണ്ടുവരാൻ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ പങ്കാളികൾക്ക് തുടക്കത്തിൽ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല മെത്തേഡാണ് കാലുകളിൽ മസാജ് ചെയ്യുന്ന രീതി. ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ റിലാക്സേഷൻ കിട്ടുന്നത് ഇഷ്ടപ്പെട്ടവരുടെ സ്പർശനത്തിൽ കൂടാണ്. അതുപോലെ നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളെയും അതിൻ്റെ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നത് ബ്രെയിൻ സിസ്റ്റമാണല്ലോ. ഈ ബ്രെയിൻ സിസ്റ്റത്തിൽ നിന്ന് വരുന്ന കൂടുതൽ നെർവ് വന്ന് അവസാനിക്കുന്നത് കാൽപാദത്തിലാണ്. അതുകൊണ്ട് തന്നെ ഈ പാദങ്ങളിലും വിരലുകളിലുമൊക്കെ മസാജ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക റിലാക്സേഷൻ കിട്ടും. അപ്പോൾ ഇത് തന്നെ ഓയിൽ ഉപയോഗിച്ചും ചെയ്യാം, അല്ലാതെയും ചെയ്യാം കേട്ടോ. ഇവിടെ നമുക്ക് ലൈറ്റായിട്ടുള്ള പ്രസ്സിങ്ങുകളും മൂവ്മെൻറ്റ്സും മാത്രമേ ഉള്ളൂ. ചില സാഹചര്യത്തിൽ ഓയിൽ ഉപയോഗിക്കുന്നത് ബുദ്ധിമുട്ടായിട്ട് വരും. അതുപോലെ ഈ സമയം ഏത് വസ്ത്രം ധരിക്കണം, ഏത് പൊസിഷനിൽ ചെയ്യണം, ഇതൊക്കെ ഓരോരുത്തരുടെയും സാഹചര്യത്തിനും യുക്തിക്കും ഒക്കെ അനുസരിച്ച് ചെയ്യാവുന്നതാണ്. കാരണം ചിലരാണെങ്കിൽ അവരുടെ ഫാൻറ്റസിക്ക് അനുസരിച്ച് പല റോൾ മോഡലും ചെയ്യാറുണ്ട്. തുടക്കത്തിൽ പാദങ്ങളിൽ കുറച്ച് സമയം ചെയ്തിട്ട് വേണം പിന്നെ മുകളിലേക്ക് പോകാൻ. അതുപോലെ കാഫ് മസിൽസിൻ്റെ ഭാഗത്ത്, തൊടയുടെ ഭാഗങ്ങളിലൊക്കെ ധാരാളം പ്രഷർ പോയിൻറ്റുകളുണ്ട്. അപ്പോൾ ഇവിടെ ഒരു കാര്യം ഓർക്കേണ്ടത്, നമ്മുടെ കാലിൻ്റെ എല്ലാ മസിൽസും റിലാക്സ് ചെയ്യുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് ശരീരത്തിൻ്റെ എനർജി ലെവൽ കൂടും. അതുവഴി നമ്മുടെ മനസ്സിനും ഒരു പ്രത്യേക റിലാക്സേഷൻ കിട്ടും. ഈ സമയത്ത് ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നത് മാത്രമല്ല, ഒരു പ്രത്യേക മൂഡിലേക്ക് വരാൻ പറ്റും. തന്നെയല്ല, ഇങ്ങനെ ചെയ്യുമ്പം അവർക്ക് പങ്കാളിയോട് കുറച്ച് സ്നേഹം കൂടുതൽ തോന്നും, ഇൻറ്റിമസി തോന്നും. കാരണം മറ്റൊന്നുമല്ല, ഈ സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണുകളാണ്. എൻഡോർഫിൻ, ഓക്സിറ്റോസിൻ പോലുള്ള സന്തോഷത്തിൻ്റെയും സ്നേഹത്തിൻ്റെയൊക്കെ ഹോർമോണുകൾ ഈ സമയത്ത് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ മുട്ടിന് മുകളിലുള്ള ഭാഗത്തൊക്കെ തന്നെ ലൈറ്റായിട്ടുള്ള സ്ട്രോക്ക് മതി, പ്രത്യേകിച്ചും തൊടയുടെയൊക്കെ ഉൾവശത്ത്. ഒരു സ്ത്രീയെ സംബന്ധിച്ച് ചില പ്രത്യേക സമയങ്ങളിൽ അവരുടെ മനസ്സ് കേന്ദ്രീകരിക്കുന്നത് ഈ ഭാഗത്തായിരിക്കും. അതുപോലെ ചെയ്യുന്ന സമയത്ത് രണ്ട് കൈകൾ ഉപയോഗിക്കണം. തന്നെയല്ല, വിരലുകൊണ്ട് ചില പ്രത്യേക സ്ഥലങ്ങളിൽ സ്ട്രോക്ക് കൊടുക്കുകയും വേണം. ഇത് ചെയ്യുമ്പോൾ കുറച്ച് സമയം കൂടുതലെടുത്ത് ചെയ്യുന്നതാണ് നല്ലത്. അതുകൊണ്ട് അതിൻ്റേതായ ക്ഷമയും വേണം. എത്ര രുചിയുള്ള ഭക്ഷണമാണെങ്കിലും വെപ്രാണത്തോടെ കഴിച്ചാൽ നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ റിലാക്സ് പരമായിട്ടുള്ള ഏത് കാര്യമാണെങ്കിലും അതിൻ്റേതായിട്ടുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കേണ്ടതായിട്ടുണ്ട്. ഏത് കാര്യമാണെങ്കിലും നമുക്ക് പിന്നീട് വീണ്ടും അത് ചെയ്യാൻ തോന്നുന്നത് എന്താണ്? ആ സമയത്ത് കിട്ടുന്ന റിലാക്സേഷനും എക്സ്പീരിയൻസും ഒക്കെയാണ് പിന്നെയും നമ്മളെ കൊണ്ടത് ചെയ്യിപ്പിക്കുന്നത്. അതുപോലെ ഈ ഒരു മെത്തേഡ് ആർക്ക് വേണമെങ്കിലും ചെയ്യാം. കുറച്ച് പ്രായം ചെന്നവരാണെങ്കിലും ചിലർക്ക് ശരിയായ രീതിയിൽ ബന്ധപ്പെടാൻ പറ്റാത്തവർക്കൊക്കെ പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ തുടക്കം കാൽപാദത്തിലാണ്, പക്ഷേ അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല. അത് ഓരോരുത്തരുടെയും സാഹചര്യത്തിനനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. അതുപോലെ ഈ ഒരു രീതി രണ്ട് പേർക്കും ചെയ്യാവുന്നേ ഉള്ളൂ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും. കാരണം കാലുകളുടെ മസിൽസിന് മുഴുവൻ റിലാക്സ് കിട്ടുമ്പോഴും അവിടുത്തെ രക്തയോട്ടം കൂടുതലായിട്ട് വരുമ്പോഴും ശരീരം മുഴുവൻ റിലാക്സ് ആകുന്നുണ്ട്. അപ്പോൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഈ മെത്തേഡ് ഒന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ. എനിവേ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം, പിന്നെ അയക്കാൻ പറ്റുന്ന കൂട്ടുകാർക്കൊന്ന് അയച്ചു കൊടുക്കണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം. ബൈ.